പിന്നെ ഒരു പെണ്ണെന്ന് പറയണ ഒരു വിഡ്ഢികളും ഏത് ആണും പെണ്ണ് കെട്ട സ്വന്തം തന്തയ്ക്ക് തള്ളയ്ക്ക് റിട്ടയർഡ് ടീച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിച്ച് നടക്കണം ഈ ഇതിന് എന്നിട്ട് തത്രപ്പേട മക്കളുണ്ടാക്കാനും ജോലി ചെയ്യാനും കല്യാണം കഴിക്കാനും എൻ്റെ ജീവനുള്ള എത്ര സമയത്ത് നടന്നോളും. അതൊന്നും ചെയ്യാണ്ട് വിഡ്ഢിത്തം സെലക്ഷൻ ശരിയാവേണ്ട ചാണകമോന്തയും കുരുട്ടുമോന്തയും എല്ലാം മിക്സ് ചെയ്ത് കുറേ വൃത്തികെട്ട ചെടികളുണ്ടാക്കിയിട്ട് അവരുടെ ജ്യൂസ് കൊണ്ടുവച്ച ജ്യൂസ് കുടിക്കാൻ തോന്നുകയില്ലല്ലേ അവരുടെ മുഖത്തൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോകാൻ തോന്നും. ഇത്രയ്ക്കും അവരുടെ ജിബിയുടെ ജിബിയുടെ ഇമ്പമായ മുഖമല്ല, കുരുട്ട് പല്ലും കണ്ണും അവിടെ ഇവിടെയും കുരുട്ടും ചാണക മോതയും ഉണ്ടാക്കി വെച്ചാൽ എത്രത്തോളം സെലക്ഷൻ ശരിയായിട്ടുണ്ടെന്ന് അറിയാലോ. ഇങ്ങനെയുള്ള വട്ടുമുട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന വിഡ്ഢികൾക്ക് മോന്തയ്ക്ക് നോക്കി സംസാരിക്കാറില്ല എന്നത് തൊട്ട് വിഡ്ഢിത്തം മാത്രം പറയിപ്പിച്ചാൽ മാത്രം മൂട്ടിന്ന് വിടണ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. മൂട്ടിന്ന് വിടേണ്ട ജോലി മൂട് ചെയ്തോളില്ല. അന്ന് മലയാളം അറിയില്ല, 34 വയസ്സായിട്ട് പറയണതെന്നറിയാം. അപ്പോൾ ഒരു വിഡ്ഢിത്തം നാവിന്ന് വന്ന അതേ ഉറങ്ങി എന്നിട്ട് അതേ ഉറങ്ങി കിടക്കണ പോലെ കണ്ണ് തുറന്ന് നടക്കണ ഇത്രയ്ക്കും വിഡ്ഢികളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ലേ. പണ്ട് കേട്ടുകൾ ഇങ്ങനെ വിഡ്ഢികളുണ്ടെന്ന്. ഇപ്പോഴും കറക്റ്റായിട്ട് എവിടെ കിടക്കണമെന്നാണ് മനസ്സിലാവുന്നുണ്ട്. വിവരം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി വിഡ്ഢിത്തത്തിൽ മാറി മനസ്സിലാക്കാനുള്ളത് വേണ്ടേ. ഈ കുഞ്ചുവാര്യരും കുമ്മൂട്ടിയും ചെയ്യണ വിഡ്ഢിത്തം, ജീവനില്ലാത്ത ആരാച്ച് വിഡ്ഢിത്തം, കുറേ കൊലപാതകം, ഫാമിലി കൊലപാതകം ചെയ്തു. അതിന് അയ്യെന്നൊക്കെ പറയുമ്പോൾ കത്തിക്കുത്ത് നടത്തി മറ്റേ അടിപൊളി ഉണ്ടാക്കി. ഈ അയ്യെന്ന് പറയുന്ന സ്റ്റോറി അവിടെ കണ്ടപ്പോൾ കൈ അടിക്കുമ്പോൾ തന്നെ അവർ തലയ്ക്കുള്ള വിവരം എൻ്റെ ഇൻ്റർവ്യൂവിന് വളഞ്ഞ ചിരിയും വെച്ച് കുരുട്ട് മോന്തകൾ ഷൂർഖാനും കുമ്മൂട്ടിയും കോഹൻലാലും ജീവിതത്തിൻ്റെ അർത്ഥമില്ല എന്ന് പറയുന്ന വിഡ്ഢികൾ. ഇതന്നെ അരുന്നുകുട്ടി വാങ്ങുന്ന സമയത്ത് അരുന്നുകുട്ടി വാങ്ങും. എല്ലാം മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച മാത്രം വിവരം പറയാൻ അറിയില്ല. വിവരക്കേട് പറഞ്ഞ് മൂട്ടിയിൽ നിന്ന് വെട്ടണ പോലെ നാവിൽ നിന്ന് വെട്ട് ക്വാളിറ്റിയുള്ള കാര്യങ്ങളാണ് നാവിൽ നിന്ന് വരേണ്ടത്. ഈ വെഡിത്തം പറഞ്ഞ് ഇവർ ആരെങ്കിലും ഇതുപോലെ പറയുമോ? വിലയില്ലാണ്ട് വീണ്ടും കൂട്ടിച്ച് ഗുഡ്കിയും കഴിച്ച് ലക്ക് കെട്ട് കടന്നുറങ്ങും. കുഴഞ്ഞ് മറഞ്ഞ് വാല്യില്ലാത്ത വെഡിത്തം വിലയില്ലാത്ത റിപ്പീറ്റഡ് ആയിട്ടുള്ള വെഡിത്തവും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവനുള്ളപ്പോഴാണ് സ്വന്തം തമ്മിൽ പ്രാർത്ഥിക്കേണ്ടതും സദ്ഉപദേശവും സദ്വാക്കുകൾ പറയേണ്ടത്. അതില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ജീവനില്ലാത്ത ജപമാലയും ജൽപ്പനയും യഹോവയ്ക്ക് അരോചകമാണ്. അത് പറഞ്ഞു കൊടുത്താലും മാറാൻ തയ്യാറല്ല ഈ വിഡ്ഢികൾ.